ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്. പലപ്പോഴും മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് നമുക്ക് പലർക്കും അറിയാൻ പാടില്ല. പക്ഷേ എപ്പോഴും വിശ്വസിക്കുക, ശക്തനായൊരു ദൈവം, രക്ഷിക്കുന്നൊരു ദൈവം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന്. ദൈവം കൂടെയുള്ള മനുഷ്യൻ ഒരിക്കലും പേടിക്കത്തില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ദൈവം കൂടെയുള്ള മനുഷ്യൻ ഒരിക്കലും പേടിക്കില്ല. കാരണം അവൻ്റെ ബലം ദൈവമാണ്, അവൻ്റെ ബലം ദൈവമാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്രയേറെ വിഷമങ്ങളുണ്ടെങ്കിലും, എത്രയേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വിശ്വസിക്കുക, എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒത്തിരിയേറെ വിഷമങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളുടെ നടുവിലും ആ വിഷമങ്ങളുടെ നടുവിലും എന്നെ കാത്തു പരിപാലിക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. അതുമാത്രം തിരിച്ചറിഞ്ഞാൽ മതി, നമുക്ക് ജീവിക്കാൻ പറ്റും. എത്ര പ്രശ്നമുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും, എത്ര സങ്കടം ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും. നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്ന കാര്യം. ഇന്ന് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അവൻ എൻ്റെ മുമ്പിൽ കടന്നു വന്നതാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഒത്തിരിയേറെ തകർന്നൊരവസ്ഥയിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ എൻ്റെ മുമ്പിൽ കടന്നു വരിക. ഇനി ജീവിക്കേണ്ട, എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല, എൻ്റെ അപ്പനും അമ്മയും പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വരിക. അവൻ ആദ്യമേ തന്നെ എന്നെ ഫോൺ വിളിച്ചത് ഇങ്ങനെയാണ്, എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ, എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ. നിരവധിയായ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്നൊരു കോളാണ്. ഞാൻ ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും അവൻ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നെ. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛാ എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. എനിക്കിത് തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഇനി സാധ്യമല്ല, ഒന്ന് കേൾക്കാൻ പറ്റുമോ. 26 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ അങ്ങനെയുള്ളൊരു നിലവിളി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കേട്ടു നോക്കാം. ധ്യാനത്തിനിടയിലാണെങ്കിൽ പോലും ആ ചെറുപ്പക്കാരൻ്റെ വേദനകൾക്ക് കാതോർക്കാനായിട്ട് ഞാൻ മനസ്സ് തുറന്നു. അവൻ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കാണാൻ വന്നു. വന്നിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അച്ഛാ എനിക്കിനി ജീവിക്കേണ്ട, മുന്നോട്ട് പോകാൻ പറ്റണില്ല, എല്ലായിടത്തും തടസ്സങ്ങളാണ്, എല്ലായിടത്തും വേദനകളാണ്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. പകച്ചു നിൽക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ. അപ്പനും അമ്മയും ഇല്ല, നാട്ടുകാരും വീട്ടുകാരും ഇല്ല, സുഹൃത്തുക്കൾ ആരും കൂടെയില്ല, ഒരു ആവശ്യം നേരത്തെ സഹായിക്കാൻ ആരുമില്ല, എന്താ ചെയ്യേണ്ട അച്ഛാ. എൻ്റെ മുമ്പിൽ ഇങ്ങനെ അവൻ ഒത്തിരിയേറെ പ്രശ്നങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് കരയുന്നുണ്ട്, അവൻ്റെ കയ്യിലുള്ള തുവാലയെടുത്ത് അവൻ്റെ മുഖം തുടയ്ക്കുന്നുണ്ട്. ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം, ഒന്നിനും ഉത്തരവില്ലാത്തൊരു സാഹചര്യം, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ മാത്രം മുന്നിൽ നിൽക്കുന്നൊരു സാഹചര്യം, ഒത്തിരിയേറെ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിലുണ്ട് കേട്ടോ. നല്ലൊരു മദ്യപാനിയാണ്. അവൻ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, നന്നായിട്ട് പുകവലിക്കും. ഒത്തിരിയേറെ അഡിക്ഷൻസ് അവനുണ്ട്. ജീവിതത്തിലെ തെറ്റായ മാർഗങ്ങളിലൂടെ ഒത്തിരിയേറെ കടന്നുപോയിട്ടുണ്ട്, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയ്ക്കും ഒക്കെ ഒത്തിരിയേറെ നൊമ്പരങ്ങൾ കൊടുത്തൊരു മകനാണ്. പക്ഷെ 26 വയസ്സായപ്പോൾ കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ടില്ല. വിവാഹം നടന്നിട്ടില്ല, ജോലി ആയിട്ടില്ല, പഠിച്ചിറങ്ങി, പക്ഷെ ഒന്നിനും സപ്ലികളൊക്കെ കുറേ കിടക്കുന്നു, ഒന്നും ശരിയായിട്ടില്ല. ഒത്തിരിയേറെ തടസ്സങ്ങൾ മാത്രം ജീവിതത്തിൽ. ഞാൻ എങ്ങനെയാച്ചാ രക്ഷപ്പെടുക, ഞാൻ എന്തിനാച്ചാ ജീവിക്കണേ, ഞാൻ എങ്ങനെയാച്ചാ മുന്നോട്ട് പോകും, ഒത്തിരിയേറെ ചോദ്യങ്ങളുമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മോനെ നിൻ്റെ ഈ ജീവിതം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അന്ന് അവനോട് പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്, അതൊരു സങ്കീർത്തനമാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ മുമ്പിൽ നീ ഇങ്ങനെ ജീവിക്കുമ്പോൾ, തെറ്റുകൾ പറ്റി എന്ന് നിനക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇനി രക്ഷപ്പെടില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് നിൻ്റെ മുമ്പിൽ മാത്രം നിനക്ക് കാണാനായിട്ട് സാധിക്കുന്നതെങ്കിൽ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. അത് വല്ലാത്തൊരു സങ്കീർത്തനമാണ്. ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നൊരു സങ്കീർത്തനമാണ്. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒത്തിരിയേറെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്നൊരു സങ്കീർത്തനമാണ്. ഇത് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. കാരണം ആ സങ്കീർത്തനത്തിന് അത്രമാത്രം
അഭിഷേകവും അനുഗ്രഹവും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ, ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും മാതാപിതാക്കളും ആരും ഇല്ലാത്തൊരു സാഹചര്യം ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ, സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരൊക്കെ ഒറ്റപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒത്തിരിയേറെ തെറ്റുകൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുമ്പോൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാനിങ്ങനെ വേദനിച്ച് കഴിയുമ്പോൾ, ആരുമില്ലാത്തൊരു സാഹചര്യം ജീവിതത്തിൽ മുന്നിൽ കാണുമ്പോൾ, ഈ സങ്കീർത്തനം എടുത്തു വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം അത്രമാത്രം അഭിഷേകമുള്ള ഒരു സങ്കീർത്തനമാണിത്. വേറെ ആരുടെയും സങ്കീർത്തനമല്ല, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനം നിങ്ങൾക്കതറിയാം കൃത്യമായിട്ട്. 51-ാം സങ്കീർത്തനം ജീവിതത്തിൽ മനപ്പാഠമാക്കേണ്ട ഒരു സങ്കീർത്തനം. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ സങ്കീർത്തനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കേ. അഭിഷേകം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ആ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളിങ്ങനെ പൊക്കിയെടുത്ത് അനുഗ്രഹിക്കും, ഉയർത്തിക്കൊണ്ടുവരും. ഇത് സത്യമാണ്. ഈ ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞ സാക്ഷ്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക. ആ ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ പറയും. അവൻ പറയാ, അച്ഛൻ എല്ലാവരോടും പറയണം, ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയണം. കാരണം ആ സങ്കീർത്തനത്തിന് ഒത്തിരിയേറെ ശക്തിയുണ്ടെന്ന് അച്ഛൻ പ്രഘോഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. നിങ്ങൾ ഈ 51-ാം സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയവനായിരുന്നു ദാവീദ്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. അവൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹൃദയം നുറുങ്ങിയ ഒരു പ്രാർത്ഥനയാണിത്. അവൻ്റെ ജീവിതത്തിലെ തകർച്ചകളുടെ നടുവിലെ, വേദനകളുടെ നടുവിലെ, പാപാവസ്ഥയിൽ അവൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണിത്. നമ്മളൊക്കെ പാപികളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടുന്നവരാ. ഒത്തിരിയേറെ സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ട്. ആരോടും പറയാത്ത വിഷമങ്ങളൊക്കെ ഉണ്ട്. തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്. എല്ലാവരുടെയും ജീവിതത്തിന് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചോക്കെ, ഒത്തിരി അഭിഷേകവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിനുണ്ടാകും. ദൈവം നമ്മുടെ തൊടുന്ന അനുഭവങ്ങളായിട്ട് തോന്നും. തന്നെ ഇരിക്കുമ്പോൾ, വിഷമങ്ങളാൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ദുസ്സഹമാകുമ്പോൾ, കണ്ണ് കലങ്ങുമ്പോൾ, ചങ്ക് പെടയുമ്പോൾ ഈ സങ്കീർത്തനം എടുത്തു വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ദാവീദിൻ്റെ സങ്കീർത്തന. ദാവീദ് അത്രമാത്രം വേദനയിൽ തമ്പുരാനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണിത്. ചങ്ക് പൊട്ടുന്നൊരു പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥന. നിങ്ങളത് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ ചൊല്ലാത്തവരാണെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് സങ്കീർത്തനം 51 എടുത്തൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവും. വല്ലാതെ ദൈവം നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നൊരു അനുഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് സത്യമാണ്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരുന്ന പലർക്കും പറഞ്ഞു കൊടുക്കുന്നൊരു പ്രാർത്ഥന. ഈ ചെറുപ്പക്കാരൻ അത്രമാത്രം തകർന്നൊരവസ്ഥയിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്നപ്പോൾ, ആരാലും രക്ഷിക്കപ്പെടില്ല എന്നൊരു ചിന്തയുമായിട്ട് വന്നപ്പോൾ, ഞാൻ അവന് പറഞ്ഞു കൊടുത്ത രക്ഷയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുകയോ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും ഒരു ഉറക്ക ഗുളിക പോലെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടിപ്പ് പോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയേ. ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയേ. ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ സങ്കീർത്തനം എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പ്രാക്ടീസ് എന്നല്ല, പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലും സമയം കിട്ടുമ്പോഴൊക്കെ. കാരണം ഇതൊരു പാപ സങ്കീർത്തനമാണ്. ഞാനും പാപിയാണ്, നിങ്ങളും പാപികളാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട്, തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ വഴി നടത്തും, നമ്മളെ രക്ഷിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അത് സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറയുക. ഈ ചെറുപ്പക്കാരൻ എന്നോട് വന്ന്, ഈ ചെറുപ്പക്കാരൻ മാത്രമല്ല കേട്ടോ, ഒത്തിരിയേറെ പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക. ഈ സങ്കീർത്തനം നമുക്കറിയാം, ദൈവമേ കനിയണമേ എന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയാണിത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്, ദൈവമേ കനിയണമേ എന്ന്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും വേദനകളുടെയൊക്കെ നടുവിൽ ഈ പ്രാർത്ഥന നമ്മളെ ഒത്തിരിയേറെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ പറയണത്, പറ്റുമെങ്കിൽ കാണാപ്പാഠം പഠിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 51. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞാൽ മതി. ഒത്തിരിയേറെ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാവും. ഒത്തിരിയേറെ പ്രതിസന്ധികൾ അകന്നു പോവും. പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അവിടെ കിട്ടും. പല തടസ്സങ്ങൾ അകന്നു പോവും. പല രോഗങ്ങളും സുഖപ്പെടും. അത് സത്യമാണ്. ജീവിതത്തിലെ രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്നവർ
തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന, എൻ്റെ അടുത്ത് വരുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സുഹൃത്ത് ജപമുണ്ട്. കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ എന്ന്. കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ എന്ന്. വല്ലാത്ത അഭിഷേകം, അനുഗ്രഹമുള്ളൊരു സുഹൃത്ത് ജപമാണത്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ജീവിതത്തിന് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് സത്യമുള്ള കാര്യമാണ്. ഈ സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട 2-3 വാക്യങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സങ്കീർത്തനം പറയാനും പ്രാർത്ഥിക്കാനും അതിലെ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഒക്കെ. അതിലെ 6ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. അതൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, ജ്ഞാനം പകരണമേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ തമ്പുരാനോട് നമ്മൾ പറയുക, ദൈവമേ ജ്ഞാനം പകരണമേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ ജ്ഞാനം വേണം. തെറ്റേത്, ശരിയേത്, ആരാണ് നല്ലത്, ആരാണ് ചീത്ത, ഞാൻ ആരുടെ കൂടെ കൂട്ടുകൂടണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഇതിനൊക്കെ നമ്മളെ ജ്ഞാനം സഹായിക്കും. അതുകൊണ്ട് പറയാം, തമ്പുരാൻ്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറയണേ, ഈ സങ്കീർത്തനത്തിൽ ഈ പ്രാർത്ഥന 6ാം വാക്യം, നിങ്ങളൊന്ന് 6ാം വാക്യം ഒന്നെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് ജ്ഞാനം പകരണമെന്ന്. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട വാക്യമാണ് 11ാം വാക്യം: അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. ഒത്തിരി അഭിഷേകമുള്ള ഒരു വാക്യമാണ്, ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 51:11. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുത്. കാരണം തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിങ്ങനെ രക്ഷിക്കും, ഉറപ്പ്. എന്നെ ഒരിക്കലും തള്ളിക്കളയരുത് ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ ഒരിക്കലും തള്ളിക്കളയരുത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും വേദനകളൊക്കെ വരുമ്പോൾ ഈ സങ്കീർത്തന ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. ദൈവമേ, എന്നെ ഒരിക്കലും തള്ളിക്കളയരുത്. അത് സുഹൃത്ത് ജപം പോലെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണം. സങ്കീർത്തനം 51:11. ദൈവമേ, അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. അടുത്ത വചനം കൂടി വളരെ ശ്രേഷ്ഠമാണ്: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. കാരണം പരിശുദ്ധാത്മാവാണ് അഭിഷേകം നൽകുന്നത്, അനുഗ്രഹം നൽകുന്നത്. അടുത്ത സങ്കീർത്തനം വളരെ സുന്ദരമാണ് കേട്ടോ: അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. രക്ഷയുടെ സന്തോഷം. നമ്മളൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ചിരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഒന്ന് സമാധാനത്തോടെ ജീവിച്ചാൽ മതി വെച്ചാൽ. ഈ ചെറുപ്പക്കാരന് ഞാനിത് പറഞ്ഞു കൊടുത്ത സങ്കീർത്തനമാണ്. അവൻ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും ഈ സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങി. അവൻ എന്നോട് പറയുക, അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത നിരാശയായിരുന്നു. ഞാൻ രക്ഷപ്പെടുമെന്നുള്ള പേടിയായിരുന്നു. ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവോ? അച്ഛനും തൊട്ട് ഈ പറയണേ. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അവൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയുക, അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോകുമ്പോൾ വല്ലാത്ത വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞതല്ലേ, വേറൊരു വഴിയില്ലല്ലോ, ഒന്ന് ചെയ്തു നോക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രാവിലെ എഴുന്നേറ്റ് ഈ സങ്കീർത്തനം വായിക്കും. പറ്റുമെങ്കിൽ ഇടനേരത്തൊക്കെ കിട്ടുമ്പോൾ ഈ സങ്കീർത്തനം വായിക്കും. രാത്രിയാകുമ്പോഴും ഈ സങ്കീർത്തനം വായിക്കും. ഇത് വായിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങണേ. എൻ്റെ അച്ഛ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ മാറി. ഇനി ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. എൻ്റെ തെറ്റായ ബന്ധങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചു. തഴക്കദോഷങ്ങളൊക്കെ മാറ്റിവെച്ചു. ഇപ്പം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ എൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു. തടസ്സങ്ങളൊക്കെ ജോലിയുടെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചില അലർജി പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയിച്ചാ. മരുന്ന് കഴിക്കുന്നുണ്ടത് മാറുന്നുണ്ട്. പണ്ട് മരുന്ന് കഴിച്ചാലും മാറില്ലായിരുന്നു. എന്തൊക്കെയോ തടസ്സങ്ങൾ. ഒരു സമാധാനമുണ്ട് എൻ്റെ ജീവിതത്തിന് ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ. അച്ഛനിത് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി എൻ്റെ അടുത്തുനിന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. ഒന്നുമല്ലെങ്കിലും ഈ 2-3 വാക്യങ്ങളെങ്കിലും വചനങ്ങളെങ്കിലും നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കേ. വല്ലാത്ത സന്തോഷവും അനുഗ്രഹവും കൃപയും ജ്ഞാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയും. ഇത് ഒരു തകർന്നു പോയവൻ്റെ നിലവിളിയാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്ന ദാവീദിൻ്റെ ചങ്കിൽ കൊണ്ട പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ കൈവിടാതിരിക്കില്ല. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം കേട്ട് ദൈവം ദാവീദിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ തകർച്ചയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ, എന്ത് സങ്കടം ആയിക്കോട്ടെ, ഈ സങ്കീർത്തനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക്. മാറ്റം ഉണ്ടാവും. കാരണം എൻ്റെ അടുത്ത് വരുന്ന പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 51. പറ്റുമെങ്കിൽ ഈ സങ്കീർത്തനം രാവിലെയും രാത്രിയും ഒന്ന് വായിച്ച് ധ്യാനിച്ച് കിടന്നുറങ്ങി നോക്ക്. തന്നെ ഇരിക്കുമ്പോൾ, ആരുമില്ല എന്ന് തോന്നുമ്പോൾ, തകർന്ന് തരിപ്പണമായെന്ന് തോന്നുമ്പോൾ, കണ്ണിനീര് പൊടിയുമ്പോൾ ഈ സങ്കീർത്തനം ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവമേ, എന്നെ ഒരിക്കലും തള്ളിക്കളയരുതെന്ന്, ഞാനൊരു പാപിയാണെന്ന്, നിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന്.
പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാകട്ടെ. ദൈവമേ കനിയണമേ എന്ന ഈ 51-ാം സങ്കീർത്തനം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയട്ടെ. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കും മക്കളെ. ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയും. രക്ഷപ്പെടും, അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാവും, തടസ്സങ്ങൾ അകന്നു പോവും, ദൈവം കൂടെയുണ്ടാവും. കേട്ടോ? അപ്പോൾ ഈ സങ്കീർത്തനം മനഃപ്പാഠമാക്കുക, ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ദാവീദിൻ്റെ ഈ വിലാപ സങ്കീർത്തനം, ഈ സങ്കട പ്രാർത്ഥന, ഈ ചങ്കിൽ ഉൾക്കൊണ്ട വേദനയുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനും ഒരു രക്ഷയുടെ അടയാളമായി ഭവിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിനുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ആശീർവാദവും നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറയുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം സഹായിക്കട്ടെ. ദൈവം എന്നും കൂടെ ഉണ്ടാകട്ടെ.